ഞാൻ എല്ലാവരെയും ബഹുമാനത്തോടെ കാണുന്ന ഒരാളാണ്. എതിർ സ്ഥാനാർത്ഥികളെ, പൊതുപ്രവർത്തകരെ, വ്യത്യസ്ത രാഷ്ട്രീയ വിശ്വാസങ്ങളുള്ളവരൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ കാണുന്നവരാണ്. ഈ എതിരാളിയോടും എനിക്ക് ബഹുമാനവും ആദരവും ഒക്കെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നത് എതിർ സ്ഥാനാർത്ഥിയുടെ ശക്തി അശക്തിയേക്കാൾ കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളുടെ ശക്തിയിലാണ്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ഭയങ്കര കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി നേരിട്ട് പ്രചരണത്തിന് വന്നു, അമിത്ഷാ നേരിട്ട് പ്രചരണത്തിന് വന്നു. അവരൊക്കെ അവിടെ വന്ന് പ്രഖ്യാപിച്ചു അദ്ദേഹം ജയിക്കുമെന്ന്. ഓഫീസ് വരെ തുറക്കും എന്നുള്ള പ്രഖ്യാപനം പോലും ഉണ്ടായി. അപ്പോൾ ആ പ്രഖ്യാപനം നടന്നപ്പോഴും എൻ്റെ വിശ്വാസം പാലക്കാട്ടെ ജനങ്ങളിലായിരുന്നു. ആ വിശ്വാസത്തിലാണ് അവിടുന്ന് ജയിച്ചു വരാൻ കഴിഞ്ഞത്. വടകരയിലും ഞാൻ വിശ്വസിക്കുന്നത് ഈ ജനങ്ങളിലാണ്. ഇപ്പം ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നത് മുതൽ താങ്കൾ സൂചിപ്പിച്ച, പക്ഷെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സ്ഥാനാർത്ഥിയാവുമെന്ന അഭ്യൂഹം നിങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്ന ആ സമയം തൊട്ട് ഇപ്പോൾ നമ്മളിരിക്കുന്ന സെക്കൻഡ് വരെ എനിക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര എൻകറേജ്മെൻറ്റും ഒരു കറകളഞ്ഞ സ്നേഹവുമാണ്. അത് ഇവിടെ ജയിക്കാൻ പര്യാപ്തമായ തരത്തിലുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് നൽകുന്നുണ്ട്. അപ്പം എതിർ സ്ഥാനാർത്ഥികളോടുള്ള എല്ലാ ആദരവും വെച്ച് പുലർത്തുമ്പോൾ തന്നെ വടകരയിലെ ജനങ്ങളുടെ വിശ്വാസം കൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ വടകര നല്ല ഭൂരിപക്ഷത്തോടെ നിലനിൽക്കും. ഈ കോൺഗ്രസിൽ ബാക്കി എല്ലാവരും സിറ്റിംഗ് എം പിമാരാണ്. അങ്ങനെ അല്ലാത്ത ഒരാൾ ഷാഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു പാർട്ടി. അങ്ങനെ ഒരു വലിയ പോരാളിയായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉത്തരവാദിത്വം കൂടുതലല്ലേ? ഉത്തരവാദിത്വവും കൂടുന്നു, ഗൗരവമേറിയ ഒരു ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുന്നു. എനിക്ക് ആദ്യം ഇങ്ങനെ ലോക്സഭയിലേക്ക് മത്സരിക്കേണ്ടി വരും എന്ന് പെട്ടെന്നാണല്ലോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ആദ്യം എനിക്ക് വന്നത് ഒരു പ്രയാസമാണ്. കാരണം എനിക്ക് പാലക്കാട് നിങ്ങൾ ഒറ്റയടിക്ക് വിട്ടുപോരുന്നതിനെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു. നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എത്രയും പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കിടക്കും. ഇത് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു കോള് വരുമ്പോൾ ഞാൻ ആദ്യം പെട്ടെന്ന് എനിക്ക് പാലക്കാട് നിന്ന് വിട്ടുപോരുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് ആദ്യം, ഞാൻ തുറന്നു പറഞ്ഞു, എനിക്ക് ആദ്യം ഒരു പ്രയാസം വന്നു. പക്ഷേ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ചപ്പം അവർ ഇപ്പോൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം ഒരു പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക്, ഒരു കോൺഗ്രസ് പ്രവർത്തനം എന്ന നിലയ്ക്ക്, UDF പ്രവർത്തനം എന്ന നിലയ്ക്ക് ഏറ്റെടുക്കുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ സീരിയസ്നെസ്സും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ പാലക്കാട്ടെ ആൾക്കാരോട് ഞാൻ പറയുന്നു, ഈ കാരണങ്ങൾ കൊണ്ട് പാർട്ടി എന്നോട് അവിടെ മത്സരിക്കാൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നിറയെ സ്നേഹം തന്ന് പറഞ്ഞു വിടുമ്പോഴും അവരാരും ഇവിടെ വന്നിട്ട് തോൽക്കട്ടെ എന്നല്ല പറഞ്ഞത്, അവിടെ പോയി ജയിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഇനി അത്തരം ടെൻഷനുകളില്ല. ഞാനിവിടെ മത്സരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പറയുന്നു, ജയിക്കാൻ തന്നെയാണ്, ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. പക്ഷേ CPM ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാഫി മാറി വടകരയിലേക്ക് പോകുമ്പോൾ പാലക്കാട് BJP പിടിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മുഖ്യ ശത്രു BJP ആണെന്ന് പറയുകയും BJPക്ക് ഒരു വഴിയൊരുക്കുകയും ചെയ്യുന്നു കോൺഗ്രസ് എന്ന് പറയുന്നവരോടുള്ള മറുപടി എന്താണ്? അതിൽ രണ്ട് കാര്യം, ഞങ്ങളിവിടെ ജയിക്കും എന്നുള്ളത് അവർ പറയാതെ പറയുന്നത് എനിക്ക് അവരോട് നന്ദിയുണ്ട്. രണ്ടാമത്തെ കാര്യം, BJP ജയിക്കുമെന്ന് എന്തിനാ CPM ക്യാമ്പയിൻ ചെയ്യുന്നത്? അതൊരിക്കലും ഒരു CPM ക്യാമ്പയിന്റെ ഭാഗമാകാൻ പാടില്ലാത്ത ഒന്നല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോരാട്ടം അത്രയ്ക്കും ശക്തമായിരുന്നല്ലോ. അപ്പോൾ അവർ ജയിക്കും എന്നുള്ള പ്രഡിക്ഷൻ അവർ പറയേണ്ടത് എന്താ? അത്രയും ശക്തമായ പോരാട്ടത്തിൽ പോലും UDFനെ കൈവിടാത്തൊരു മണ്ഡലത്തിൽ ഇനി BJPക്ക് സ്കോപ്പില്ല. CPMന് അവർ ജയിക്കുന്നു വേണമെങ്കിൽ പറഞ്ഞു. അവരെന്തിനാ BJP ജയിക്കുന്നു പറയുന്നു? അവർക്കൂടെ സ്വാധീനമൊക്കെ ഉള്ളതാണല്ലോ. അവർ ജയിക്കാൻ ശ്രമിക്കുന്നു, അവർ ജയിക്കുന്നു പറഞ്ഞു. അപ്പം ഞാനൊരു കാര്യം പറയാം, അവർ പാലക്കാട്ടെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അവരുടെ ആ വോട്ടിൻ്റെ ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് ഉയർത്തിപ്പിടിച്ച് അവർ രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ ശക്തിയെ CPM വിലർച്ച് കാണുന്നത്. അത് മുഴുവൻ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള വോട്ടുകളല്ല. അത് അവിടെ ഒരു വിഭാഗീയ രാഷ്ട്രീയം വിജയിക്കരുതെന്ന പാലക്കാട്ടെ ജനത എടുത്ത തീരുമാനത്തിന്റെ കൂടിയാണ്. അതിലൊരു രാഷ്ട്രീയ വിജയം കൂടി ഉണ്ടല്ലേ, അങ്ങനെ കാണാതിരിക്കാൻ പറ്റുമോ? അതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൂടിയല്ലേ. അപ്പോൾ ആ രാഷ്ട്രീയ വിജയം എന്ന് പറയുന്നത് അവരുടെ ഒരു വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അവരുടെ സ്റ്റാൻഡാണ്. അത് 2 വർഷം കൊണ്ട് അവരുടെ തട്ടത്ത് വെക്കില്ല. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ബൈ ഇലക്ഷൻ പാലക്കാട് വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച പ്രതീക്ഷ. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടിന് അവിടെ UDFന്റെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും.